നിലപാടുകളിലൂടെ ഈ രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം എല്ലാ രാജ്യങ്ങളിലും നടന്നതുപോലെ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന ഒരു സമരമായില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അത് സാമൂഹ്യനീതിക്ക് വേണ്ടി കൂടിയുള്ള സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ ശ്രമമായിരുന്നു. ഉയർന്ന ജനാധിപത്യ ബോധമാണ് അതിന്റെ ആശയമെന്ന് പറയുന്നത്. ഉയർന്ന ജനാധിപത്യ ബോധമാണ്. നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊരു പ്രതിപക്ഷ ബഹുമാനമായിരുന്നു, എന്തൊരു ആദരവായിരുന്നു. എല്ലാ പ്രധാനമന്ത്രിയാകുമ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം അയച്ച കത്തുകളുണ്ട്, വായിക്കണം. മകൾക്ക് അയച്ച കത്ത് മാത്രമല്ല, മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും. വളരെ രസകരമായ ഒരു കത്തുണ്ട്. അദ്ദേഹം ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്ത് എഴുതി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും. അവന്ന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ്. നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ, അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം എന്ന നിലപാടെടുക്കുന്ന ആളാണ് രാം മനോഹർ ലോഹ്യ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അയച്ച കത്ത് ഡിയർ ലോഹ്യാജി എന്ന് പറഞ്ഞൊരു കത്ത് അയച്ചു. ലോഹ്യാജി ഇത് കണ്ട ഉടനെ തന്നെ ഇത് ഔട്ട്റേറ്റ് ആയിട്ട് ഇത് റിജക്ട് ചെയ്തുകൊണ്ട് ഡിയർ പ്രൈം മിനിസ്റ്റർ, ഇത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ മറുപടിയിൽ അതിന് നെഹ്റു അയച്ചൊരു മറുപടിയുണ്ട്. ഡിയർ ലോഹ്യാജി, റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽ ഹാസ് നോട്ട് പെയിൻഡ് മീ, ബട്ട് ഇറ്റ് പെയിൻഡ് മീ എ ലോട്ട് ദാറ്റ് യു കോൾഡ് മീ ഡിയർ പ്രൈം മിനിസ്റ്റർ. ഐ ആം യുവർ ഓൾഡ് ജവഹർ. എന്റെ പ്രപ്പോസലുകൾ, എന്റെ നിർദ്ദേശങ്ങൾ താങ്കൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത്. താങ്കൾ എന്നെ പ്രിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്താണ്. ഞാൻ നിന്റെ പഴയ ജവഹറാടാ എന്ന് ബാല്യകാല സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി. രാത്രിയായപ്പോൾ രാം മനോഹർ ലോഹ്യ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയോട് മാപ്പ് ചോദിച്ചു. എന്തിനാ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചതിന്? അതാണ് സൌഹൃദങ്ങളുടെ ബന്ധം. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോൾ പോലും സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ, പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ, ആദരവോടുകൂടി എല്ലാവരെയും നോക്കിക്കാണാൻ കഴിഞ്ഞ ആ മനുഷ്യനിരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ചിലരിന്ന് ഈ രാജ്യത്ത് ഈ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ തലകുനിച്ചു പോവുകയാണ്. എത്ര മനോഹരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത്. എത്ര മനോഹരമായ ലോകത്തോട് ഒരു പ്രവാചകനെ പോലെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വർഗീയതയെ എതിർത്തില്ലെങ്കിൽ അത് വളരും, അത് രാജ്യത്തെ മുഴുവൻ വിഷലിപ്തമാക്കും. നെഹ്റു പറഞ്ഞ വാചകമാണ്. വർഗീയതയെ അതിന്റെ മൂളയിലെ നുള്ളണം, അതിനെ ആദ്യം തന്നെ ശക്തിയായി എതിർക്കണം. നമ്മൾ എതിർത്തില്ലെങ്കിൽ, നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ അത് വളർന്നു വലുതായി ഈ രാജ്യത്തെ മുഴുവൻ വിഷലിപ്തമാക്കും എന്ന് പറഞ്ഞ വാചകങ്ങൾ, പ്രവചന സമമായ വാക്കുകളാണ് അദ്ദേഹം ഈ രാജ്യത്തോട് പറഞ്ഞത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ ഈ മതേതര നിലപാടിൽ എടുത്തു. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു. പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. അപ്പൊ രാജ്യത്തിന്റെ ഒരു 5000 വർഷക്കാലത്തെ പാരമ്പര്യം, അതിന്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ലാഹോറിൽ പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച AICC പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പൊ ആ ആശയങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റായി നമ്മുടെ ഭരണഘടനയായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടിവീണ ആശയങ്ങളല്ല. അത് 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ, സംസ്കൃതിയുടെ തുടർച്ചയായി വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുടെ ആകെത്തുകയും അതിന്റെ ഔട്ട്കമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത, അതിൽ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്നുള്ള ആശയം, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മതത്തിന്റെ പേരിൽ എന്റെ ഒരു സഹോദരനെ ആക്രമിച്ചാൽ ഞാൻ വ്യക്തിപരമായും ഭരണാധികാരിയായി നിന്നുകൊണ്ട് അതിനെ ഞാൻ ചെറുത്തു തോൽപ്പിക്കും എന്നാണ് പറഞ്ഞത്. മതത്തിന്റെ പേരിൽ ഒരു സഹോദരൻ ആക്രമിക്കപ്പെട്ടാൽ അവന്റെ മുന്നിൽ പ്രതിരോധമായി
ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും പ്രതിരോധം തീർക്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയാണ്. ഡൽഹിയിൽ വിഭജന കാലത്ത് വലിയ സംഘർഷങ്ങൾ നടക്കുന്ന കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കൊരു ഫോൺ സന്ദേശം ലഭിച്ചു. ഒരുപാട് സംസ്കാരങ്ങളുള്ള പൈതൃകമുള്ള സർവകലാശാല, ആ സർവകലാശാല കത്തിക്കാൻ വേണ്ടി, ജാമിയ മിലിയ സർവകലാശാല കത്തിക്കാൻ വേണ്ടി ഒരു അക്രമി സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി, പട്ടാളത്തിന്റെയോ പോലീസിന്റെയോ അകമ്പടിയില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സർവകലാശാലയ്ക്ക് മുമ്പിലേക്ക് എത്തി. സർവകലാശാല കത്തിക്കാൻ വേണ്ടി പന്തം കൊളുത്തി വന്ന അക്രമി സംഘം ഒരാൾ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് വിസ്മയിച്ചുപോയി. അവരോട് ആക്രോശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലീസിന്റെ അകമ്പടിയില്ലാതെ, പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ആ സർവകലാശാലയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ മുമ്പിൽ നിന്നു. അവര് പ്രധാനമന്ത്രി തിരിച്ചു പോകുമെന്ന് കരുതി അവര് വീണ്ടും മുമ്പിലേക്ക് വന്നു. അപ്പോഴും നെഹ്റു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം കാവലിരിക്കുകയായിരുന്നു. ഒരു പാതിരാത്രി മുഴുവൻ ഇന്ത്യയുടെ ഒരു സംസ്കൃതിയെ, ഒരു മതേതരത്വത്തെ, ഒരു പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ഒരു സർവകലാശാലയ്ക്ക് മുന്നിൽ പട്ടാളത്തിന്റെയും പോലീസിന്റെയും അകമ്പടിയില്ലാതെ കാവലിരുന്ന നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. നമ്മൾ അഭിമാനിക്കുന്നു. ആ രക്തമാണ്, ആ ആശയമാണ് നമ്മൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഈ മൂവർണ്ണ പതാകയുമായി മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ വിഭജിക്കാൻ, രാജ്യത്തെ ശിഥിലമാക്കാൻ, പരസ്പരം ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി, വേലിക്കെട്ടുകൾ ഉണ്ടാക്കി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നമ്മൾ പറയുന്ന ആ മന്ത്രം, എല്ലാവരും ഒരുമിപ്പിക്കണം എന്നുള്ള നമ്മുടെ ആ മന്ത്രം ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും ലഭ്യമായതാണ്. മഹാത്മാഗാന്ധിയുടെ പ്രിയങ്കരനായ ശിഷ്യനായി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, വ്യത്യസ്തമായ രീതികളായിരുന്നു അവരുടേത് പലതും. പക്ഷേ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ഹൃദയബന്ധം എന്ന് പറയുന്നത്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കാൻ അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ സഹിച്ച കഷ്ടപ്പാടുകൾ, അവർ നയിച്ച പ്രയാസങ്ങൾ, അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടിയത്. ഗാന്ധി വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട സമയത്ത് ഈ രാജ്യത്തെ അറിയിക്കാൻ ദൌർഭാഗ്യമുണ്ടായ ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതിമനോഹരമായ ഗദ്ഗതം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ വന്നു. ദാറ്റ് ലൈറ്റ് ഹാസ് ഗോൺ എന്നാണ്, ആ വിളക്കണഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം 1947 ഓഗസ്റ്റ് 14 ലോകം മുഴുവൻ ഇറങ്ങുമ്പോൾ എന്റെ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഇതാ ഉണരുകയാണ് എന്ന് പറഞ്ഞ് ആ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നീണ്ട പകലിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന അതിമനോഹരമായ പ്രസംഗം, സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ, ലോകത്തെ സാഹിത്യകാരന്മാരെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ ക്ലാസിക്കുകളും പൌരസ്ത്യ സാഹിത്യകൃതികളും സമ്മേളിച്ചുകൊണ്ട് നടത്തിയ അതിമനോഹരമായ ഒരു സാഹിത്യ പ്രസംഗം. ആർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന എഴുത്തുകാരനെ സ്വീകരിക്കാൻ പ്രോട്ടോകോളുകൾ ലംഘിച്ച് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ആർണോൾഡ് ടോയൻബിയെക്കുറിച്ച് പണ്ഡിറ്റ് നെഹ്റു നടത്തിയ പ്രസംഗവും, അതിന് മറുപടിയായി ആർണോൾഡ് ടോയൻബി നെഹ്റുവിനെക്കുറിച്ച് നടത്തിയ പ്രസംഗവും, ഭരണഘടനാ അസംബ്ലിയിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ, ഈ ശാസ്ത്രം ആണ് ലോകത്തിന്റെ വളർച്ചയുടെ ഹേതു. ഭാവിയിലെ ലോകത്തിന്റെ വളർച്ച മുഴുവൻ ശാസ്ത്രത്തിലാണ് ഉള്ളത്. സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണം എന്നാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ജടിലമായ വിശ്വാസങ്ങളിൽ നിന്നും ഭാരതീയ സംസ്കൃതിയെ രക്ഷിക്കാൻ, ഭാരതീയ സംസ്കാരത്തെ രക്ഷിക്കാൻ, ഇന്ത്യൻ ജനതയെ രക്ഷിക്കാനാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ള അതിമനോഹരമായ വാക്ക്, ശാസ്ത്രബോധത്തിന് മനോഹരമായ വാക്ക് പറഞ്ഞുകൊണ്ട് ആ ശാസ്ത്രബോധവും യുക്തിചിന്തയും നിങ്ങൾക്കുണ്ടാകണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. ISROയ്ക്കും ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിനുമെല്ലാം തുടക്കമിട്ട് അതിമനോഹരമായ എത്രയോ സ്ഥാപനങ്ങളുടെ തുടക്കമാണ് അദ്ദേഹം ഇട്ടത്. ഇന്ത്യയിലെ മുഴുവൻ IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, ഇന്ത്യൻ IIMകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ, ബിസിനസ് സ്ഥാപനം. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ MBA കൊടുക്കുന്നത് ആ നെഹ്റു സ്ഥാപിച്ച IIMകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ IITകളാണ്. പണ്ഡിറ്റ് നെഹ്റു സർവകലാശാല ഉൾപ്പെടെയുള്ള UGC യൂണിവേഴ്സിറ്റി, ഗ്രാൻഡ് കമ്മീഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി, നിരവധി ശാസ്ത്ര സ്ഥാപനങ്ങൾ, നിരവധി പരീക്ഷണശാലകൾ, നാഷണൽ ലബോറട്ടറികൾ,
ഇങ്ങനെ കണ്ണെത്താത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. കണ്ണെത്താത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. എല്ലാം നോക്കി നവരത്ന സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കമ്പനി തുടങ്ങിയ നവരത്ന സ്ഥാപനങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ നിന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി കൈനീട്ടി നിൽക്കേണ്ട ഗതികേടായിരുന്നു യുഗപ്രഭാവനായ പണ്ഡിറ്റ്ജിക്ക്. അവിടെ അദ്ദേഹം പ്ലാനിംഗ് കൊണ്ടുവന്നു, ആസൂത്രണം കൊണ്ടുവന്നു. ആ ആസൂത്രണം എങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് തെളിയിച്ചു. അമേരിക്കയിൽ നിന്നും വരുന്ന PL-480 കപ്പലുകൾക്ക് ധാന്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേടിലായിരുന്നു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ. നിരന്തരമായ ചൂഷണം കൊണ്ടും വൈദേശികാധിപത്യത്തിന്റെ നിതാന്തമായ ശാപങ്ങൾ കൊണ്ടും തകർന്നുപോയ ഒരു രാജ്യത്തെ ദരിദ്ര നാരായണന്മാർ എന്ന് അദ്ദേഹം പാവപ്പെട്ടവരെ വിശേഷിപ്പിച്ചതാണ്. നാരായണൻ എന്നുള്ള ദൈവത്തിന്റെ വാക്കുമായി ഗാന്ധി കൂട്ടിയോജിപ്പിച്ചപ്പോൾ ആ ഗാന്ധി പറഞ്ഞ ദരിദ്ര നാരായണന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് കൊണ്ടുവന്നത്. ലോകത്തിലെ വ്യത്യസ്തമായ മാതൃകകൾ അദ്ദേഹം സ്വീകരിച്ചു. ആ മാതൃകകൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് മാറ്റി നവീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, മുതലാളിത്തം അപകടകാരിയാണ്. മുതലാളിത്തം ഉള്ളവനിലേക്ക് കൂടുതൽ സ്വത്തുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒന്നാണ്. അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അപകടകരമായ രീതിയിൽ വർദ്ധിക്കും. ഈ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു ചെറിയ ശതമാനത്തിന്റെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടും. നമുക്ക് വേണ്ടത് ഭരണപരമായ നടപടികളിലൂടെ നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വത്തിന്റെ നീതിപൂർവമായ വിതരണമാണ്. ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നതാകണം നമ്മുടെ ആശയം. എന്തിനാണ് പ്ലാനിംഗ്? ഇന്ന് ദേശീയ തലത്തിലുള്ള സംഘപരിവാർ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം പ്ലാനിംഗിൽ നിന്ന് പോവുക. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാവർക്കും പ്രോജക്റ്റുകളോടാണ് താല്പര്യം. എന്താ പ്ലാനിംഗിന്റെ പ്രത്യേകത? പ്ലാനിംഗിന് ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട്, പിന്നോക്ക ജാതിക്കാരുണ്ട്, ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങളുണ്ട്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്, പിന്നോക്കം നിൽക്കുന്ന ജനപദങ്ങളുണ്ട്. എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നവിടെ അറിയാം. 100 കോടി രൂപയുടെ പദ്ധതി വന്നാൽ 10 കോടി രൂപ പട്ടികജാതിക്കാർക്കും 2 കോടി രൂപ പട്ടികവർഗക്കാർക്കും കിട്ടും. പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രാധാന്യം കിട്ടും, മുൻഗണന കിട്ടും. ഇതാണ് പ്ലാനിംഗ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ഗ്യാപ്പ് ഉള്ളത്, എവിടെയാണ് നമ്മൾ പിന്നോക്കം നിൽക്കുന്നത്, അത് പരിഹരിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് പ്ലാനിംഗിന്റെ. അതാണ് നെഹ്റുവിയൻ പ്ലാനിംഗിന്റെ പ്രത്യേകത. പ്രോജക്ട് എന്താ? പ്രോജക്റ്റിൽ പട്ടികജാതിക്കാരില്ല, പട്ടികവർഗക്കാരില്ല, പിന്നോക്കക്കാരില്ല, പിന്നോക്കം നിൽക്കുന്ന പ്രദേശമില്ല, റീജിയണൽ ഇംബാലൻസ് ഇല്ല, ഒന്നുമില്ല. പ്രോജക്റ്റിലുള്ളത് മറ്റത് മാത്രം, കിക്ക് ബാക്ക് മാത്രം. അപ്പൊ പ്ലാനിംഗ് ഉപേക്ഷിച്ച് പ്രോജക്റ്റുകളുടെ പുറകെ ഭരണകൂടങ്ങൾ പോകുമ്പോഴാണ് നെഹ്റു ആരാണെന്ന് അറിയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കണം. അതാണ് ബക്രാനങ്കൽ അണക്കെട്ടുകൾ ഉണ്ടായി രാജ്യത്ത്. തരിശായി കിടക്കുന്ന, ഊഷരമായി കിടക്കുന്ന ഭൂമികളിലേക്ക് വെള്ളം എത്തിച്ച് കർഷകരെ പ്രോത്സാഹിപ്പിച്ച് അവിടെ ഉൽപാദനം നടത്തി, ഭക്ഷ്യ ധാന്യങ്ങളുടെ ഉൽപാദനം നടത്തി രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ. അതാണ് ബക്രാനങ്കൽ അണക്കെട്ടുണ്ടായത്. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്ന നെഹ്റു പൊട്ടിക്കരഞ്ഞു, ആനന്ദാശ്രു പൊഴിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അണക്കെട്ട് പഞ്ചാബിലെയും ഹരിയാനയിലെയും പാടശേഖരങ്ങളിൽ വെള്ളമെത്തിക്കും. അവിടുത്തെ പാടശേഖരങ്ങളിൽ ഊഷരമായി കിടന്ന ആ പാടശേഖരങ്ങളിൽ ധാന്യങ്ങൾ കൊണ്ട് നിറയും. അതിന്റെയിലെ പാവപ്പെട്ടവന്റെ വീടുകളിൽ തീ പുകയ്ക്കാൻ സഹായിക്കും എന്ന ഒരു ഭരണാധികാരിയുടെ ഡ്രീമിയായ, റൊമാന്റിക്കായ ഒരു ഭരണാധികാരിയുടെ സ്വപ്നത്തിൽ നിന്ന് ഉയർന്ന ഒരു പ്രോജക്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ആ ഭരണാധികാരി കണ്ണുനീർ പൊഴിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്തൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു, എന്തൊരു അർപ്പണബോധമായിരുന്നു, എന്തൊരു പ്രതീക്ഷയായിരുന്നു, എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഒരു രാജ്യത്തെക്കുറിച്ച് ആ മനുഷ്യൻ ഹൃദയത്തിലേറ്റിപ്പോയത്. പറഞ്ഞാലും മതിവരാത്ത തരത്തിലുള്ള ആ മനോഹരമായ ആ ഭാഷ, ആ രീതി. പ്രായമായപ്പോൾ ആരോ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ എന്ന്, ഒരു ബർത്ത്ഡേ എന്ന ദിവസം. അപ്പൊ പറഞ്ഞ രസകരമായൊരു മറുപടിയുണ്ട്. ബർത്ത്ഡേസ് ആർ ദി അൺപ്ലസന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിംഗ് ഏജ്. നമുക്ക് പ്രായമായി വരികയാണ്
എന്നുള്ള അസുഖപരമായ ഓർമ്മപ്പെടുത്തലാണ് ബർത്ത്ഡേ ആശംസ. എന്നിട്ട് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. കൊച്ചുകുട്ടികളോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ അവർ ഹാപ്പി ആയിരിക്കും, പ്രായമുള്ളവരോട് ഹാപ്പി ബർത്ത്ഡേ പറയരുത്. അപ്പൊ അവരതിന്റെ പ്രായത്തെക്കുറിച്ച് ഓർക്കും. ഞാൻ ഏത് ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ നെഹ്റുവിന്റെ ഈ വാചകം ഓർക്കും. ബർത്ത്ഡേസ് ആർ ദി അൺപ്ലസന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിംഗ് ഏജ്. ഗദ്യമാണോ കവിതയാണോ ഏതാണ് എന്ന് തിരിച്ചു വരാത്ത ഒരു കാര്യമാണ്. ഈ സർ സി പി രാമസ്വാമിയേരും കിട്ടുന്ന അവസരത്തിലെല്ലാം നെഹ്റുവിനെ ദ്രോഹിക്കുകയായിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം മോശമായി പറയും. ഈഗോ ക്ലാഷ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തതിന്റെ ഇവരൊക്കെ ഒരുമിച്ച് ഹോം റൂൾ ലീഗിലെല്ലാം ഉണ്ടായിരുന്നവരാണ്. ഒരുപാട് സമയം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് നെഹ്റു മിണ്ടാതിരുന്നു. അവസാനം ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ഏത് എഡിഷനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന്റെ പോസ്റ്റ് സ്ക്രിപ്റ്റിൽ ഒരു മറുപടിയുണ്ട്, ഒരു വാചകമുണ്ട്. He has risen to deceive